അധികാരികൾ എന്തെങ്കിലും പഠിച്ചോ? 10ഓളം പേരുടെ ജീവൻ പൊലിഞ്ഞെങ്കിൽ എന്താ ഇനി അതിന്റെ പേരിൽ പൂരം നടത്താതിരിക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന പൂരപ്രേമികളുള്ള നാടാണ് നമ്മുടെ കേരളം. കഴിഞ്ഞ 20 വർഷത്തിനിടെ സംസ്ഥാനത്ത് നടന്നത് ചെറുതും വലുതുമായ 800ഓളം വെടിക്കെട്ട് അപകടങ്ങളാണ്. കേരളത്തെ നടുക്കിയ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്ന ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് മുണ്ടത്തിക്കോട് ദുരന്തം ഉണ്ടായത്. 2016 ഏപ്രിൽ 10 പുലർച്ചെയാണ് പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം ഉണ്ടായത്. 100-ലധികം ആളുകൾക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. 1952 ജനുവരി 14 പകൽ 3 മണിക്ക് ശബരിമലയിലുണ്ടായ കരിമരുന്ന് സ്ഫോടനമാണ് ഐക്യ കേരളത്തിലെ ആദ്യത്തെ വെടിക്കെട്ട് അപകടം. മരണം 68. പിന്നീട് അങ്ങോട്ട് ഒരുപാട് അപകടങ്ങൾ. 1978 തൃശൂർ പൂരത്തോടനുബന്ധിച്ച് കുഴിയമിട്ട് ലക്ഷ്യം തെറ്റി ആൾക്കൂട്ടത്തിൽ പതിച്ചുണ്ടായ അപകടത്തിൽ 8 പേരാണ് മരിച്ചത്. 1984 തൃശൂർ കണ്ടശാങ്കടവ് പള്ളിപ്പെരുന്നാളിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരണം 13. 87 തൃശൂർ വേലൂരിൽ വെള്ളാറ്റഞ്ഞൂർ കുട്ടൻമൂലി ക്ഷേത്രത്തിലെ അപകടത്തിൽ മരണം 20. 1987 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് കാണാൻ റെയിൽ പാളത്തിൽ ഇരുന്നവർ ട്രെയിനിടിച്ച് മരിച്ച ദാരുണ സംഭവം ഉണ്ടായി. മരണം 27. 1988 തൃപ്പൂണിത്തുറയിൽ വെടിക്കെട്ട് മരുന്നുപുരയ്ക്ക് തീപിടിച്ച് സ്ത്രീ ജോലിക്കാരടക്കം മരിച്ചു. മരണം 10. 1990 കൊല്ലം മലനട പോരുവഴി പെരുവുരുത്തി ക്ഷേത്രത്തിലെ വെടിക്കെട്ട് ഷെഡിലുണ്ടായ അപകടത്തിൽ മരണം 26. 97 ചിയാരം പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി, മരണം 6. 98 പാലക്കാട് കഞ്ചിക്കോട് വെടിക്കോപ്പ് നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി, മരണം 13. അടുത്ത വർഷം, തൊട്ടടുത്ത വർഷം, അതായത് 99 പാലക്കാട് ആലൂരിൽ ചാമുണ്ടിക്കാവ് താലപ്പൊലി ഉത്സവത്തിനിടെ ഉണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരണം 8. 2006 തൃശൂർ പൂരത്തിന് തയ്യാറാക്കിയ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്നിടത്തുണ്ടായ അപകടം, മരണം 7. 2013 പാലക്കാട് പനിയാംകുറിശി കുളങ്കുന്നത്ത് പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരണം 6. 2016 ഏപ്രിലിൽ കൊല്ലം പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം, മരണം 106. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ കർശന നിയന്ത്രണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പൂരപ്രേമികളിൽ നിന്ന് വലിയ എതിർപ്പും ഈ വിജ്ഞാപനം നേരിടേണ്ടി വന്നു. വിജ്ഞാപനത്തിൽ പറയുന്ന നിയന്ത്രണങ്ങൾ പാലിച്ചാൽ പൂരത്തിന്റെ പൊലിമ നഷ്ടപ്പെടുമെന്നാണ് നിയമം പാലിക്കുന്നതിൽ മാതൃകയാകേണ്ട നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അടക്കം പറഞ്ഞത്. വെടിക്കെട്ട് ദുരന്തങ്ങൾ തടയാൻ നിയമങ്ങൾ ഉണ്ടെങ്കിലും പൂരപ്രേമികളുടെ എതിർപ്പ് കാരണം ഒന്നും നടപ്പാക്കാനാവില്ല എന്നതാണ് വാസ്തവം. ഇത്രയും ദുരന്തം സംഭവിച്ചിട്ടും വെടിക്കെട്ട് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വം മുന്നോട്ട് വന്നു? വരില്ല. കാരണം വോട്ട് ബാങ്ക് തന്നെ. നേരത്തെ സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ അസമയത്ത് പടക്കം പൊട്ടിക്കുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരോധിച്ചിരുന്നു. ഈ ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കുമ്പോൾ ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. വെടിക്കെട്ടിന് സംസ്ഥാനത്ത് എന്തെങ്കിലും മാർഗരേഖയുണ്ടോ എന്നാണ് ഹൈക്കോടതി അന്ന് ചോദിച്ചത്. നിരോധനത്തെ സർക്കാർ എതിർക്കുന്നത് എന്തിനാണെന്നും കോടതി അന്ന് ആരാഞ്ഞു. രാത്രി 10 മണിക്കും രാവിലെ 6-നും ഇടയിൽ വെടിക്കെട്ടിന് നിയന്ത്രണമുണ്ടെന്നും എന്നാൽ അത് ക്ഷേത്രോത്സവങ്ങൾക്ക് ബാധകമല്ല എന്നുമാണ് സർക്കാർ കോടതി അറിയിച്ചത്. നോക്കണേ, കേരളത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉയരുന്ന കൊടും ചൂടും അപകടത്തിന് ഒരു കാരണമാണ്. വായുവിൽ ഈർപ്പം കുറയുകയും വരണ്ട അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ വെടിമരുന്നിലെ രാസവസ്തുക്കൾക്ക് സ്വാഭാവികമായും മാറ്റം വന്നേക്കാം. വെടിമരുന്ന് ശേഖരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയിലെ താപനില ക്രമാതീതമായി ഉയർന്നാൽ സ്വാഭാവികമായ സ്ഫോടനത്തിനുള്ള സാധ്യത പോലും ഉണ്ട്. കൂടാതെ ഉയർന്ന താപനിലയിൽ വെടിമരുന്ന് കൈകാര്യം ചെയ്യുമ്പോൾ ചെറിയൊരു ഘർഷണം പോലും വലിയ അപകടത്തിലേക്ക് നയിക്കാം. മിക്ക അപകടങ്ങളും സംഭവിക്കുന്നത് വെടിക്കെട്ട് നടക്കുന്ന